സെപ്റ്റംബർ 28 ആഗോള സഭയിൽ കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ വ്യത്യസ്തങ്ങളായ നാമധേയങ്ങൾ അറിയപ്പെടുന്നു. ജർമ്മനിയിലെ ബൗറീസ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഓക്സ്ബർഗ് എന്ന സ്ഥലത്തുള്ള വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിലാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ദൈവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഈ ദേവാലയത്തിൽ കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം കാണുന്നത്. അന്നു മുതൽ കുരിക്കഴിക്കുന്ന മാതാവിന് ഒരുപാട് ഭക്തിയിൽ വളർന്ന പരിശുദ്ധ പിതാവ് ലാറ്റിൻ അമേരിക്കയിലൊക്കെ കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ താൻ മെത്രാനായിരിക്കുന്ന സമയത്ത് ഒരുപാട് ഭക്തി വർദ്ധിപ്പിച്ച പിതാവായിരുന്നു നമ്മളിന്ന് നിത്യസമ്മാനത്തിലേക്ക് വിളിക്കട്ടെ ഫ്രാൻസിസ് പാപ്പ. ഇങ്ങനെയൊക്കെ വിശുദ്ധാത്മാക്കൾ, ഇരേണിവേഴ്സ് പോലെയുള്ള വിശുദ്ധാത്മാക്കൾ നമ്മൾ ഓർമ്മപ്പെടുത്തി ചിത്രം നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടുകളുള്ള ചരടുകൾ മുകളിലേക്ക് വരും, മറ്റേ സൈഡിലൂടെ അത് കെട്ടുകൾ അഴിഞ്ഞ് അടുത്ത മാലാഖിലേക്ക് പോകും. ഇങ്ങനെ വളരെ ലളിതമായി പറയുന്നു, നിൻ്റെ ജീവിതത്തിലെ കെട്ടുകളും കുരുക്കുകളൊക്കെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്. പരിശുദ്ധ അമ്മ ഈശോ വഴി നിൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകളും കുരുക്കുകളെ കഴിച്ച് നിന്നെ സ്വതന്ത്രനാക്കും. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രയാസ പ്രതിസന്ധികളോടെ, ഒരുപാട് കെട്ടുകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് ചേർത്ത് വയ്ക്കാൻ, ഞങ്ങളുടെ കെട്ടുകളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പരിശുദ്ധ അമ്മ ഈശോ വഴി അഴിച്ചു തരാൻ കുരിക്കഴിക്കുന്ന മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.